മുഅ്മിനുകളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും മേഖലയിലും അച്ചടക്കം പാലിച്ച് ജീവിക്കുവാനും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. സൂറത്തുൽ മാഇദയിലെ 77-ാമത്തെ ആയത്ത് മുതൽ 3 വചനങ്ങളുടെ ആശയ സംക്ഷിപ്തത ഇന്ന് നാം കേൾക്കുകയാണ്. കഴിഞ്ഞ ജുമുഅയിൽ ഈ ആയത്ത് പറഞ്ഞു എങ്കിലും അത് പ്രതിപാദിച്ചിരുന്നില്ല. നമ്മുടെ ഇസ്ലാമിക ജീവിതം അതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത അതിര് കവിയാതെ മിതത്വം പാലിച്ച് ജീവിക്കുന്നവർ എന്നതാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ സവിശേഷത. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിൻ്റെ അഥവാ അന്ത്യപ്രവാചകന്റെ ഉമ്മത്തുകളുടെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായി ഖുർആൻ എടുത്ത് പറഞ്ഞ ഒരു വചനമാണത്. നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. വസത്തൻ എന്ന പദത്തിന് മധ്യത്തിലുള്ളത്, ആദ്യവും അവസാനവുമല്ല, അതിനിടയിലുള്ളത്, ഉത്കൃഷ്ടത നിറഞ്ഞത്, ഔന്നത്യം ഉള്ളത്, മഹത്വവൽക്കരിക്കപ്പെട്ടത്, ഇതൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പൊ നബിയുടെ ഉമ്മത്തുകൾ ലോകത്ത് ഈ പറഞ്ഞ എല്ലാ അർത്ഥ ഗുണവിശേഷണങ്ങൾക്കും അർഹരായവരാണെന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നു. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ. എന്തിനാണ് അങ്ങനെ ഈ ഉമ്മത്തിനെ അള്ളാഹു ഈ ലോകത്ത് നിലനിർത്തിയത്? ലിതകൂനു ശുഹദാഅ അലന്നാസ്. നിങ്ങൾ ഈ മനുഷ്യവംശത്തിന് സാക്ഷികളായിരിക്കാനാണ്, മാതൃകയുള്ളവരാകാൻ. നിങ്ങൾ ഏതൊരു ലോകത്തുള്ള മനുഷ്യരാശിക്കും ജീവിതം അനുകരിക്കാൻ പറ്റുന്ന ക്രമത്തിൽ വളരെ ഉത്തമമായി ജീവിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് നബിയുടെ ഉമ്മത്തുകളെ മഹത്വവൽക്കരിക്കുകയും ഉത്കൃഷ്ടമാക്കുകയും ഔന്നത്യത്തിന് ഉടമയാക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന മാതൃകയിലേക്ക് ഉയരണമെങ്കിൽ വയകൂന റസൂലു അലൈക്കും ഷഹീദ. നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് സാക്ഷിയായിരിക്കണം. അപ്പൊ നിങ്ങൾ ജീവിതം ഉൾക്കൊള്ളുന്നതും അനുകരിക്കുന്നതും പഠിക്കുന്നതും പ്രയോഗവൽക്കരിക്കുന്നതും നബിയെ നോക്കിയിട്ടായിരിക്കും. അപ്പൊ നബിയുടെ ഇഷ്ടങ്ങൾ മാനിച്ചും നബിയുടെ കൽപ്പനകൾ പാലിച്ചും നിരോധനങ്ങളിൽ നിന്ന് ഒഴിവായും പ്രവാചകന്റെ വിശുദ്ധമായ സ്വഭാവങ്ങൾ, അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് അതേ സ്വഭാവത്തിലും നിങ്ങൾ ജീവിക്കും. അങ്ങനെ നിങ്ങൾ ജീവിക്കുമ്പോൾ ലോകത്തുള്ള മറ്റെല്ലാ മനുഷ്യർക്കും നിങ്ങൾ മാതൃകയാവുകയും അനുകരിക്കപ്പെടാനും മാത്രം ഉത്തമരായി മാറുകയും ചെയ്യും. ഇതാണ് ആ ആയത്തിൻ്റെ സാരം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ
77-ാമത്തെ ആയത്ത്, ഖുൽ യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും ലാ തഗ്ലൂ ഫീ ദീനിക്കും ഗൈറൽ ഹഖ് വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ ഖദ് ലല്ലൂ മിൻ ഖബ്ൽ വഅളല്ലൂ കസീറ വലല്ലൂ അൻ സവാഇസ് സബീൽ. കുറേ കാര്യങ്ങൾ ഇതിൽ വിവരിക്കുന്നുണ്ട്. കിതാബ് ലഭിച്ചിട്ടുള്ളവരെ, അഥവാ ഒരു നബി വരികയും അള്ളാഹു ആ പ്രവാചകന് കിതാബ് നൽകുക, അപ്പൊ പ്രവാചകത്വം എന്ന വെളിച്ചം ലഭിച്ചവർ, അവരിലൂടെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ വിജ്ഞാനമായ കിതാബ് ലഭിച്ചവർ, അതാണ് നിങ്ങളുടെ ഒരു യോഗ്യത. ഒരു നബിയുടെ ഉമ്മത്താകുമ്പോൾ ഉള്ളൊരു പ്രത്യേകത അതാണ്. നിങ്ങളുടെ ദീനിൽ നിങ്ങൾ അതിര് കവിയരുത്. ലാ തഗ്ലൂ ഫീ ദീനിക്കും ഗൈറൽ ഹഖ്, അർഹമല്ലാത്ത ക്രമത്തിൽ, അനാവശ്യമായി, തോന്നിയവാസ ക്രമത്തിൽ നിങ്ങളുടെ ദീനിൽ നിങ്ങൾ അതിര് കവിയരുത്. ഇസ്ലാമിൻ്റെ ഒരു സവിശേഷതയാണ്, രണ്ടാമത്തെ മാർഗമാണിത്. അതിര് കവിയുകയോ അത് കുറയ്ക്കുകയോ ചെയ്യാതെ മധ്യമ നിലപാട് സ്വീകരിക്കണം മുസ്ലിം ഉമ്മത്ത്. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഈ ദീനിൽ അങ്ങനെ ഒരു കാര്യം അള്ളാഹുവിൻ്റെ ദൂതൻ വസിയത്ത് അല്ലെങ്കിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അതിൽ പ്രവാചകൻ ഇപ്രകാരമാണ് അരുൾ ചെയ്തത്: ലൻ യുഷാദ്ദ ഹാദദ്ദീനു അഹദുൻ ഇല്ലാ ഗലബഹു. ഏതൊരാൾ ഈ ദീനിൽ മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾ അവൻ്റെ ഇസ്ലാമിക ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കടുപ്പം കാണിച്ചാൽ, അമിതത്വം കാണിച്ചു, അതിലവൻ ധാരാളിത്തം കാണിക്കുകയാണ്, കൂടുതലാവുകയാണ്, കടുപ്പം കാണിക്കുന്നു എന്നർത്ഥം. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ അലൈഹി റഹ്മ വഴി സഹീഹുൽ ബുഖാരിയിൽ വന്ന ഒരു ഹദീസ് ഇപ്രകാരമാണ്. അതിൻ്റെ ആദ്യാവസാനമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ നബി എങ്ങനെയാണ് എന്നറിയാൻ അന്വേഷിച്ചു വന്ന 3 സംഘം ആളുകളാണ്. 3 അഭിപ്രായം, 3 വിഭാഗത്തിൻ്റെയാണ്. അവർ പരസ്പരം വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ അവർ പറഞ്ഞത്, നബിയും നമ്മളും തമ്മിൽ അങ്ങനെ തുലനം ചെയ്യാൻ കഴിയില്ല. മുഹമ്മദ് അള്ളാഹുവിൻ്റെ നബിയാണ്, റിസാലത്ത് ലഭിച്ചു, ഹുക്കുമ് ലഭിച്ചു, അങ്ങനെ ഒരുപാട് സവിശേഷതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനവും നമ്മളും തുലനം ചെയ്യാൻ പാടില്ലല്ലോ. അതിൽ ഒരു വിഭാഗം പറഞ്ഞത്, രാത്രി ദീർഘമായി, രാത്രി ഉറങ്ങാതെ മുഴുവൻ സമയവും നമസ്കരിക്കും. അതിൽ രണ്ടാമതൊരു വീക്ഷണഗതി ഉള്ളവരെന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും വ്രതാനുഷ്ഠാനം തുടരാം, എല്ലാ ദിവസവും നോമ്പ്. മൂന്നാമത്തെ അഭിപ്രായക്കാർ പറഞ്ഞത്, ഇനി വിവാഹം ചെയ്യില്ല. അപ്പോഴാണ് കുറേയധികം പ്രശ്നവും പ്രാരാബ്ധതയും ജോലി തിരക്കൊക്കെ വരിക. അതില്ലെങ്കിൽ നമുക്ക് മുഴുവൻ സമയവും അടങ്ങി ഒതുങ്ങി കഴിയാം. അപ്പൊ ഈ അഭിപ്രായങ്ങൾ ഓരോരുത്തരും എത്തിച്ചേർന്നത് അറിഞ്ഞ്, അല്ലെങ്കിൽ നബിയുടെ ആഗമനം അപ്പോഴാണ്. അപ്പൊ റസൂലുള്ള ചോദിച്ചു, അൻതും കുൽത്തും കഥാ വക്കഥാ, നിങ്ങളാണോ ഇന്ന ഇന്ന രീതിയിൽ അഭിപ്രായം പറഞ്ഞത്? അപ്പൊ അവർ പറഞ്ഞു, അത് ഞങ്ങളുടെ നല്ല മനസ്സുകൊണ്ടും അള്ളാഹുവിനെ ഭയന്നും പരലോക വിജയം ആഗ്രഹിച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ്. അതിൽ വേറെ ഒരു ദുരുദ്ദേശമില്ല. അപ്പൊ അള്ളാഹുവിൻ്റെ റസൂൽ അതിന് മറുപടി പറഞ്ഞത്, ഞാൻ രാത്രി നമസ്കരിക്കും, രാത്രി ഉറങ്ങുകയും ചെയ്യും. 2, ഞാൻ നോമ്പെടുക്കും, നോമ്പില്ലാത്ത ദിവസങ്ങൾ ധാരാളം ഉണ്ടാവും.
ഏറ്റവും കൂടിയ ഒന്നിടവിട്ടാണല്ലോ ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ ഒക്കെ ഉദ്ധരണം. 3, ഞാൻ വിവാഹം ചെയ്യും, ഭാര്യ, കുടുംബം, മക്കൾ, ഈ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ അവരോടൊപ്പം ഞാൻ കഴിയും. ഇതാണ് എൻ്റെ ജീവിതചര്യ. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നത്തി, എൻ്റെ ഈ ജീവിതമാർഗം ഒരാൾക്ക് പോരാന്ന് തോന്നിയിട്ട് ഇതിലേതെങ്കിലും ഒരു വിഷയത്തിൽ കടുപ്പം കാണിച്ചാൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. അള്ളാഹുവിൻ്റെ വ്യക്തമായ കൽപ്പന കിതാബ് ലഭിച്ച ഉമ്മത്തുകൾ എല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ദീനിൽ അതിര് കവിയാൻ പാടില്ല. അത് ഏത് വിഷയത്തിലാണെങ്കിലും. ഇപ്പൊ വർത്തമാനം പറയുക, അതിനൊരു നിയന്ത്രണം വേണമല്ലോ. പറഞ്ഞാൽ തീരാതെ വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? അത് അതിര് കവിയലാണ്. കേൾക്കുന്നവർക്കും മടുപ്പ് വരും. നമ്മൾ ഒന്നും എടുക്കുക, അതിൽ ഒരു മിതത്വമുണ്ട്. കുളിക്കുക, അതിലും മിതത്വമുണ്ട്. വസ്ത്രം ധരിക്കുക, നോമ്പെടുക്കുക, നമസ്കരിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ ജീവിതത്തിൽ നന്മ അനുവർത്തിക്കേണ്ട ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിലെല്ലാം ഒരു മിതത്വം പാലിക്കണം. ഇനി നമ്മൾ ഒരു ജീവിയെ അറുത്ത് ഭക്ഷിക്കണം ഹലാലിന്. അങ്ങനെ ആ ജീവിയെ അറുക്കുന്നതിലും ലാ തുസ്രിഫ് ഫിൽ ഖത്ൽ, അവിടെയും ഖുർആൻ കൽപ്പിച്ചതും ഹദീസിൽ വന്നതും നിങ്ങൾ അതിലും മിതത്വം പാലിക്കണം. അമിതാകാൻ പാടില്ല. അതിനെ ക്രൂരമായി ഒന്നും പെരുമാറാൻ പാടില്ല എന്ന് സാരം. അങ്ങനെ ജീവിതത്തിൽ ഉടനീളം മിതത്വം പാലിച്ച് ജീവിക്കണം. ഭക്ഷണക്രമത്തിൽ മിതത്വം, വീടുണ്ടാക്കുന്നതിൽ മിതത്വം, ചിലവ് ചെയ്യുന്നതിൽ മിതത്വം, അങ്ങനെ ഒരുപാട്. വിശുദ്ധ ഖുർആനിലെ കുറേ മിതത്വ കാര്യങ്ങൾ വിവരിക്കുന്ന തുടർച്ചയായൊരായത്തുണ്ട്. വഖ്സുദ് ഫീ മഷീക, നീ നേരം വെളുത്ത് എന്തെങ്കിലും ഒരു ഉദ്യമത്തിന് ഇറങ്ങുകയാണ്. അപ്പൊ അതിനൊരു ലക്ഷ്യം വേണം. ഒരു പകൽ ലഭിക്കുന്ന സമയം, ആ സമയത്തിനിടയിൽ ചെയ്തു തീർക്കേണ്ട കാര്യം. അപ്പൊ അത് കൃത്യമായൊരു ടൈം ടേബിൾ ക്രമത്തിലാകുമ്പോൾ ആ പകൽ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താം. സമയം മതിയാകും, ബാക്കിയും ഉണ്ടാവും. അപ്പൊ വെപ്രാളപ്പെടേണ്ട എന്നർത്ഥം. രാത്രി ഉറങ്ങുന്ന കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ എല്ലാ അഷ്ടദിക്കിലും ഇസ്ലാം മിതത്വത്തെ സംബന്ധിച്ച് പറയുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറയാൻ കാരണം. നിങ്ങൾ ഈ ദീനിൽ കുറവ് വരുത്തുകയോ കൂടുതൽ വരുത്തുകയോ ചെയ്യേണ്ട. അതല്ല, അതിൻ്റെ ക്രമം അനുസരിച്ചാണ് ചെയ്യേണ്ടത്. വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ, ഒരു ജനതയുടെ ഇച്ഛകൾ നിങ്ങൾ പിന്തുടരരുത്. നിങ്ങളൊരു പ്രത്യേകമായ ഒരു വിഭാഗമാണ് ഉമ്മത്തൻ മുസ്ലിമ. കാരണം ഏതൊരു ജനതയാണോ അവരുടെ ഇച്ഛ പിന്തുടരുന്നത്, അവർ ആ ജനത സ്വയം പിഴച്ചവരാണ്, വ്യതിചലിച്ചു പോയവരാണ്. വഅളല്ലു കസീറൻ, ഒരുപാട് ജനങ്ങളെയും വഴിതെറ്റിച്ചു അവർ സ്വയം വ്യതിചലിക്കുക മാത്രമല്ല, അവർ ഈ ലോകത്ത് ഒരുപാട് ജനങ്ങളെ വഴിതെറ്റിച്ചു. വളല്ലു അൻ സവാഇ സബീൽ, ശരിയായ മാർഗത്തിൽ നിന്ന് അവർ ഭ്രഷ്ടായി മാറുകയും ചെയ്തു, വ്യതിചലിച്ചു പോയി എന്ന് സാരം. അപ്പൊ അതുകൊണ്ട് അവരെയല്ല നിങ്ങൾ പിന്തുടരേണ്ടത്. വിശുദ്ധ ഇതേ സൂറത്തിൽ തന്നെ നിങ്ങൾ പിന്തുടരേണ്ടതും അനുകരിക്കേണ്ടതും ആരെ എന്ന് വ്യക്തമായി ഒരു വ്യാഖ്യാനവും ഇല്ലാതെ മനസ്സിലാകാവുന്ന ക്രമത്തിൽ അള്ളാഹു അറിയിക്കുന്നു. ഇന്നമാ വലിയുക്കുമുല്ലാഹ് വറസൂലുഹു, നിങ്ങളുടെ വലിയ അള്ളാഹുവും അവൻ്റെ റസൂലുമാണ്. വല്ലദീന ആമനു, വിശ്വാസികളുമാണ്.
അപ്പൊ അള്ളാഹുവും റസൂലും മുഅ്മിനീങ്ങളുമാണ് നിങ്ങളുടെ സ്നേഹിതർ, നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം അവരാണ്. അല്ലദീന യുഖീമൂന സ്വലാത്ത്, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞത് നമസ്കാരം നിലനിർത്തി പോരുന്നവരായിരിക്കും. വയുഅ്തൂന സക്കാത്ത്, സക്കാത്ത് കൊടുക്കുകയും ചെയ്യും. വഹും റാക്കിഊൻ, അവർ നിയമങ്ങൾ എന്തെല്ലാം ശാസിക്കുന്നുണ്ടോ അതെല്ലാം പാലിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള വിശ്വാസികളും അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുവുമാണ് നിങ്ങളുടെ വലിയ. വമൻ യതവല്ലല്ലാഹ വറസൂലഹു, അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും ആരെങ്കിലും തെരഞ്ഞെടുത്താൽ, വല്ലദീന ആമനു, വിശ്വാസികളെയും വലിയായി തെരഞ്ഞെടുത്താൽ, ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, നിശ്ചയം അവരാണ് അള്ളാഹുവിൻ്റെ കക്ഷികൾ, അവർ വിജയികളാണ്. അപ്പൊ നിങ്ങൾ പിന്തുടരേണ്ടത് ആര് എന്നതിൻ്റെ ഉത്തരാണ് ഇപ്പൊ ഈ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തത്തഖിദുല്ലദീന ഇത്തഖദൂ ദീനക്കും ഹുസുവൻ വലഇബ, നിങ്ങളുടെ ഈ ദീൻ, അച്ചടക്കം നിറഞ്ഞ മിതത്വം പാലിക്കാൻ നിർദ്ദേശിച്ച എല്ലാവിധ അതിര് കവിഞ്ഞ കവിയലിൽ നിന്നും നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന നിങ്ങളുടെ ഈ ദീൻ, അതിൻ്റെ അനുഷ്ഠാന മുറകളടക്കം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും, അതിനെ പരിഹസിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. എന്ത് കാര്യം ഇപ്പം അതിന് എന്നിങ്ങനെയുള്ള രൂപത്തിൽ ഇത്തഖദൂ ദീനക്കും ഹുസുവൻ വലഇബ, കളിയും വിനോദവും തമാശയുമായി നിങ്ങളുടെ ഈ ദീനിൻ്റെ ചിട്ടയെ കാണുന്ന ആളുകൾ, അവരെ നിങ്ങൾ സ്വീകരിക്കരുത്, പിന്തുടരരുത്, നിങ്ങൾ എടുക്കരുത്. മിനല്ലദീന ഊത്തുൽ കിതാബ്, കിതാബ് ലഭിച്ചവർ തന്നെയാണവർ. ഏതെങ്കിലും ഒരു വേദത്തിൻ്റെ അനുയായികളായി ലോകത്ത് ജീവിക്കുന്നവരാണ് അവർ, നമുക്കെല്ലാം സുപരിചിതരാണ്. വൽ കുഫാറ, നിഷേധികളെയും നിങ്ങൾ എടുക്കരുത്. ഔലിയ, നിങ്ങളുടെ മിത്രങ്ങളായി അവരെ നിങ്ങൾ എടുക്കരുത്. അപ്പൊ അവർ നിങ്ങളുടെ ഈ ദീനിൻ്റെ ഏറ്റവും ഉന്നതമായ ഈ വ്യവസ്ഥകളെ കളിയാക്കുക മാത്രമല്ല, പരിഹസിക്കുക മാത്രമല്ല, നിസ്സാരവൽക്കരിക്കുക മാത്രമല്ല, നിങ്ങളെ ആ ദീനിൽ നിന്ന് വളരെ എളുപ്പം കുറഞ്ഞ നാളുകൊണ്ട് നിങ്ങളെ വ്യതിചലിപ്പിക്കും. നിങ്ങൾ പിന്നെ അവരുടെ മാർഗത്തിലായിരിക്കും ജീവിക്കുക. അതുകൊണ്ടാണ് അള്ളാഹുവും റസൂലും മുഅ്മിനുകളുമായിരിക്കണം നിങ്ങൾ ലക്ഷ്യമാക്കേണ്ട നിങ്ങളുടെ വലിയകളെ എന്ന് അള്ളാഹു ഈ ആയത്തിൽ പറയാൻ കാരണം. വത്തഖുല്ലാഹ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഇത്രയും പറഞ്ഞ ശേഷം, ഇത് സൂറത്തുൽ മാഇദയിലെ തന്നെ ആയത്താണ് നിങ്ങൾ കേട്ടത്. ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസ ബിനി മറിയം, ദാവൂദ് അലൈഹിസ്സലാം ജീവിച്ച കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നാവിലൂടെ പ്രഖ്യാപിച്ചതാണ്, ഈസ ബിനു മറിയമിൻ്റെ നാവിലൂടെയും പ്രഖ്യാപിച്ചതാണ്. ആ രണ്ട് നബിമാരുമാണ് വിളംബരം ചെയ്തത്. ഒരു ജനവിഭാഗത്തെ ശപിച്ചിരിക്കുന്നു. ലുഇനല്ലദീന കഫറു, നിഷേധികളായ ഒരു ജനവിഭാഗം ശപിക്കപ്പെട്ടിരിക്കുന്നു, ലഅനത്ത് ചൊല്ലപ്പെട്ടിരിക്കുന്നു. ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ, അവർ ദോഷം ചെയ്തു എന്ന് മാത്രമല്ല, എല്ലാ ധർമ്മ സീമകളുടെയും പരിധി ലംഘിച്ചു. മുൻപ് നാം സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പൊ കൂടുകയും കുറയുകയും ചെയ്തു, പരിധി ലംഘിച്ചു, എല്ലാ പരിധികളും. ഇന്നൽ ഹലാല ബയ്യൻ, ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീദ്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി നടത്തിയ പ്രഭാഷണം ഇതാണ്. ആ ഖുത്ബയിൽ അദ്ദേഹം പറയുന്നത്, ജനങ്ങളെ അറിയുക,
ഇന്നൽ ഹലാല ബയ്യിനുൻ വൽ ഹറാമ ബയ്യിനുൻ. ഇസ്ലാമിൽ ഹലാല് വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. അത് ഖിയാമം നാൾ വരെ അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു ഹലാലിനെ ഇല്ലാതാക്കുകയോ ഹറാമിനെ ഹലാലാക്കുകയോ ചെയ്യില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടുള്ള സംഉം താഅത്തുമാണ്, ഖലീഫയ്ക്കുള്ള അനുസരണവും ബയ്യത്ത് എന്ന നിങ്ങളുടെ പ്രതിബദ്ധതയുമാണ്. അത് രണ്ടും പിന്നെ ഉണ്ടാവില്ല. അത് കൃത്യമായി അല്ലാഹുവിൻ്റെ റസൂല് അത് രണ്ടും വ്യക്തമായി പഠിപ്പിച്ചതാണ്. അതാണ് ഞാൻ നിവർത്തിക്കേണ്ട എൻ്റെ ചുമതല. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. അവർ എല്ലാ നന്മകൾ കൽപ്പിച്ചെടുത്ത് തിന്മകൾ നിർവഹിക്കുകയും നിർവഹിക്കുന്ന കാര്യങ്ങൾ പരിധി ലംഘിക്കുകയും ചെയ്തു എന്നതാണ് ഇതിലെ ഏറ്റവും ഗൗരവമായ ആക്ഷേപം. അതുകൊണ്ടാണ് അവർ ലഅനത്ത് ചൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ വിളംബരം ചെയ്തത്. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു. എന്ത് തിന്മ ചെയ്താലും അവരാരും അത് തടയാറില്ല, വിലക്കാറില്ല. ലബിഅസ മാ കാനൂ യഫ്അലൂൻ. അവർ ചെയ്യുന്ന കാര്യം എത്രയോ മോശമാണ്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ വളർച്ചയും ജീവിത രീതിയും അവരുടെ വ്യവഹാരങ്ങൾ, അവരുടെ തൊഴിലുകൾ, ഇതൊക്കെ എടുത്തു നോക്കിയാൽ അത് നിർബാധം എല്ലാ തിന്മകളുടെയും വ്യാപനത്തിന് മുസ്ലിം യുവാക്കൾ ഭാഗവാക്കായി കൊണ്ടിരിക്കുന്നു എന്ന് കാണാം. ഇതൊരു ജനത ശപിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞൊരു വിഷയമാണത്. അത് എല്ലാവിധ കാര്യങ്ങളും നിയന്ത്രണമില്ലാത്ത ജീവിതമാണ്. പെൺകുട്ടികൾ, ആൺകുട്ടികൾ, ഒരു നിയന്ത്രണവും ഇല്ല. അച്ചടക്കം എന്നത് അത് അറിഞ്ഞുകൂടാതെ എന്താണ് ഈ അച്ചടക്കം. അവരുടെ തൊഴിലുകൾ, അങ്ങനെ തുടങ്ങി ആ ഓരോ മേഖലയിലേക്ക് നിങ്ങൾ ചെന്നാൽ ഇതൊരു വലിയ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടവരാണ് മുസ്ലിം ഉമ്മത്ത്. അവർ തടയേണ്ടവരാണ്, നിരോധിക്കേണ്ടതാണ്, അകറ്റി നിർത്തേണ്ടതാണ്. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യമാണ്. ഇപ്പൊ വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു സ്ത്രീ സുരക്ഷയുടെ ഒരു വിഷയം മാത്രം പറയാം. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ഒരു സ്ത്രീയും അന്യ പുരുഷനോട് ഒറ്റയാകുന്ന രീതിയിൽ സഹവസിക്കാൻ പാടില്ല. ഒറ്റയാകുന്ന രീതിയിൽ. ഇപ്പൊ ഇത് നമ്മൾ ഒറ്റയാകുന്ന രീതിയിൽ ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ഒന്നും അല്ല സഹവാസം. ഇത് ബാക്കി നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു വലിയ സമൂഹം ശപിക്കപ്പെടാനുണ്ടായ കാരണങ്ങൾ വിവരിച്ചപ്പോഴാണ് ദോഷകാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, പാപങ്ങൾ ചെയ്യുന്നു എന്നതല്ല, അത് തടയാൻ ആരും സന്നദ്ധമല്ല. ഒരക്ഷരം മിണ്ടാൻ ആരുമില്ല. ഒരു സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കണമെങ്കിൽ ഈ ജാഗ്രത ഉണ്ടാകണം. നന്മയെക്കുറിച്ച് ഉണർവ് വേണം, തിന്മകൾ തടഞ്ഞുകൊണ്ടിരിക്കണം. ഇതാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ ബോധ്യപ്പെടുത്തിയത്. അപ്പൊ ദീനിൽ അതിര് കവിയരുത്, മിതത്വം പാലിക്കണം. ഉത്കൃഷ്ട സ്വഭാവമാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ, ഔന്നത്യമാണ് അവരുടെ നിലവാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവരുടെ മാതൃക. അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വാസികളെയും മാതൃകയായി ജീവിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ വിഭാഗം, അവർ വിജയികൾ. മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.